എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പനിയാണ്, പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോയുടെ പ്രസൻറ്റേഷൻ കട്ട ഷോക്കായിരിക്കും. കാരണം അത്രയും വയ്യ, അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല പനിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സ്ട്രെയിൻ എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ നന്നാക്കി പറയാനോ ഒന്നും എനിക്ക് വയ്യ. ഇടക്കെന്നൊക്കെ സൗണ്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ ഒരു സാധനം റെക്കോർഡ് ചെയ്ത് തീർത്ത്. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഇൻട്രോ ഞാൻ ലാസ്റ്റാണ് എടുത്തത്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായി പോകുന്നുണ്ട്. പക്ഷെ അവസാനത്തിലൊക്കെ എത്തുമ്പോൾ സൗണ്ടൊക്കെ വൻ സീനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണുക. പിന്നെ പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ സൗണ്ടും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കുറച്ച് ശോകമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇയർഫോണൊക്കെ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. കാരണം മഴയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നല്ല മഴയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഉരുൾപൊട്ടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സീനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ഞാൻ കൂടുതൽ ലേഖടിപ്പിക്കുന്നില്ല, നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. എ ക്വൈറ്റ് പ്ലേസ് ഡേ 1. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ആദ്യത്തെ 2 പാർട്ട് നമ്മൾ കണ്ടിട്ട് കിളി പറന്നിരുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് 3ക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ പാർട്ട് 3 എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ സിനിമയുടെ 1 ലൈൻ പറയാം. ഭൂമിയിലേക്ക് കുറച്ച് ഏലിയൻസ് വരുന്നു. ഈ ഏലിയൻസിനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് കണ്ണ് കാണത്തില്ല, മറിച്ച് കേൾവി ശക്തി കൊണ്ടാണ് ഇവരെല്ലാവരെയും ഹണ്ട് ചെയ്യുക. ഈ കേൾവി ശക്തി എന്ന് പറയുമ്പോൾ ചില്ലറ കേൾവി ശക്തി ഒന്നും അല്ല കേട്ടാ, ഒരു മൈന്യൂട്ട് സൗണ്ട് മതി ഒരാളുടെ ജീവൻ പോവാൻ. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു സെന്ററാണ്. ഈ സെന്റർ എന്ന് പറഞ്ഞാൽ വൃദ്ധസദനം ഉണ്ടല്ലോ, അതുപോലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ വയസ്സന്മാർ മാത്രമല്ല ഉള്ളത്, ആരുമില്ലാത്തവരും അസുഖം ബാധിച്ചവരും അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽ ഒരാളാണ് സാമി, ഈ കഥയിലെ നായിക. ഇവളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഇവൾക്ക് പെറ്റായിട്ടൊരു പൂച്ചയുണ്ട്. 24 മണിക്കൂറും ഇവൾ ഈ പൂച്ചയുടെ കൂടെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്യാൻസർ ഒന്നല്ല ഇവളുടെ മെയിൻ വിഷയം. ഇവൾക്ക് ഈ സെൻറ്ററിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം. ഈ സെൻറ്ററിൽ ഇങ്ങനെ ഇരുന്ന് മടുത്തിട്ടുണ്ട് ഇവൾക്ക്. പക്ഷേ ഇവൾക്കാണെങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല. കാരണം ഇവിടെ ഇരുന്നാൽ മാത്രമാണ് ഇവൾക്ക് വേണ്ട കെയറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ സാമി റൂമിനകത്ത് പോകുന്നു. എന്നിട്ടൊരു സാധനം ഇവളുടെ വയറിലായിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇവൾക്ക് ഈ ക്യാൻസർ കാരണം മസിലിനൊക്കെ ഭയങ്കര പെയിനാണ്. അപ്പോൾ അതൊക്കെ കുറക്കാനുള്ളൊരു സാധനമാണിത്. ചുരുക്കി പറഞ്ഞാൽ പെയിൻ കില്ലർ. അങ്ങനെ ഇവൾ റൂമിൽ നിന്ന് നേരെ പോകുന്നത് റൂബിൻ്റെ മുന്നിലോട്ടാണ്. ഈ റൂബിൻ അവിടുത്തെ നഴ്സാണ് കേട്ടാ. റൂബിൻ പറയാണ്, ഇന്ന് സിറ്റിയിലോട്ട് ഒരു ഷോ കാണാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? എനിക്ക് പിസ്സ വാങ്ങി തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം, നിനക്ക് എന്ത് വേണേലും വാങ്ങിത്തരാം. ഇത് കേട്ട സാമി പിന്നെ ഒന്നും നോക്കിയില്ല, അവരുടെ കൂടെ അങ്ങ് സിറ്റിയിലോട്ട് പോകുന്നു ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. ഇവൾ ഈ സിറ്റി കണ്ടിട്ട് നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട്. കാരണം കുറെ കാലത്തിന് ശേഷമാണ് ഇവൾ ഈ സെൻറ്ററിൽ നിന്നൊന്ന് പുറത്ത് കിടക്കുന്നത്. അങ്ങനെ ഷോക്ക് കയറി. അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവനാണ് ഹെൻറി, ഇത് അവൻ്റെ ഭാര്യ കുട്ടി. ഈ കുട്ടിക്കാണെങ്കിൽ പൂച്ചേനെ കണ്ടിട്ട് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നുണ്ട്. അവനിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ. അങ്ങനെ ഷോ തുടങ്ങി. ഷോ എന്ന് പറയുമ്പോൾ മറ്റേ പാവകളുണ്ടല്ലോ, ഈ പാവകളൊക്കെ വെച്ച് കളിപ്പിക്കുന്ന ഒരു ചെറിയ പരിപാടിയാണ്. അങ്ങനെ ഷോയുടെ ഇടക്കുന്ന സാമി ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഒരു കടയിലോട്ടാണ് പോകുന്നത്. ഈ സമയത്താണ് കുറെ പോലീസുകാരും ആർമിക്കാരും ചീറിപ്പാഞ്ഞി പൊക്കോണ്ടിരിക്കുന്നത്. സോ ആ നാട്ടിൽ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾക്ക് കണ്ട് തന്നെ അറിയാം. അവൾ വേഗം പുറത്തിറങ്ങി. അവിടെ റൂബിനാണെങ്കിൽ ഫോണിലാണ്. ആ സെൻറ്ററിൽ നിന്ന് വിളിച്ചിരിക്കണം അവനക്ക്. എത്രയും വേഗം പുറത്ത് കൊണ്ടുപോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഈ ഫോൺ കോള്. കാരണം ആ സിറ്റിയിൽ അത്രയും വലിയ കാര്യം തന്നെ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ റൂബിൻ വരുന്നു, സാമിയോട് വണ്ടിയിൽ കയറാൻ പറയുന്നു. ബട്ട് നോ രക്ഷ. ഇവൾക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവള് പിസ്സ കഴിച്ചിട്ട് കാലം കുറയായി. ഇതിലും വലിയ ചാൻസ് ഇനി കിട്ടത്തില്ല. സാമി, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, പ്ലീസ് പറയുന്ന കേൾക്ക്, വണ്ടി കയറ്. നീ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു നഴ്സ്, അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത് കേട്ടേക്ക് റൂബിന് നല്ലവണ്ണം മൂഡ് പോകുന്നുണ്ട്. പക്ഷെ ഇനി കൂടുതൽ മൂഡ് കളയണ്ടെന്നും കരുതി റൂബിൻ പറഞ്ഞതുപോലെ തന്നെ സാമി വണ്ടി കയറി. ഈ സമയത്താണ് റൂബിൻ അടക്കമുള്ള എല്ലാവരും എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് സാമി പോകുന്നു. അവൾ നോക്കുമ്പോൾ ആകാശത്തുനിന്ന് കുറെ തീ കഷ്ണങ്ങൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അവരാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ തീ കഷ്ണങ്ങൾ താഴേക്ക് വന്ന് പതിക്കുന്നത്. അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. മൊത്തം ബ്ലാക്ക് ഔട്ട് ആകുന്നുണ്ട്. ആകെ പൊടിയാണ് അവിടെ. സാമി പതുക്കെ ബസ്സിൽ നിന്നിറങ്ങി. അവൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ഏതോ ഒരുത്തൻ സൗണ്ട് ഉണ്ടാക്കി ഓടുന്നത്. ആ ഒരു സൗണ്ട് കേട്ടപാടെ എന്തോ ഒന്ന് അവനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. സാമി ഇത് കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുന്നു. അവളുടെ ഫ്രണ്ടിലോട്ട് ആർമിയിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്.
എന്നിട്ട് സാമിയോട് സേഫായിട്ട് നിൽക്കാൻ പറയുന്നു. വർത്താനം പറഞ്ഞത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. അയാളെയും അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവരെയെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധനം പതുക്കെ വെളിച്ചത്തോട്ട് വരുന്നുണ്ട്. വല്ലാത്തൊരു രൂപമായിരുന്നു അത്. പെട്ടെന്നാണ് ഒരു ആംബുലൻസിന്റെ ശബ്ദം. ഈ ശബ്ദം കേട്ടേക്ക ഏലിയൻ ക്രീച്ചർ അതിന്റെ മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ആംബുലൻസ് മറിഞ്ഞു. അതിന്റെ ആഘാതത്തിൽ സാമി തെറിച്ചു വീഴുന്നു. അത് മാത്രമല്ല അവളുടെ ബോധവും പോകുന്നുണ്ട്. സോ ഈ ക്രീച്ചറിന് കണ്ണ് കാണത്തില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ സാമ് തീർന്നിരുന്നു. കാരണം ആ ഒരു രൂപത്തിന്റെ മുന്നിലായിരുന്നു അവൾ നിന്നിരുന്നത്. പക്ഷേ ഈ ക്രീച്ചറിന് കണ്ണിന്റെ ആവശ്യമില്ല. അവര് ബാക്കിയുള്ളവരെ ഹണ്ട് ചെയ്യുക സൗണ്ട് ഉപയോഗിച്ചാണ്. ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട് മതി ഒരാളുടെ ജീവൻ തീരാൻ. അങ്ങനെ സാമിക്ക് ബോധം വന്നു. പെട്ടെന്ന് തന്നെ നേരത്തെ കണ്ട ഹെൻറി അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. ബോധം ഇപ്പം വന്നിട്ടുള്ളൂ, എങ്ങാനും ശബ്ദമുണ്ടാക്കിയാൽ തീർന്ന്. അങ്ങനെ പതുക്കെ സാമി ഓക്കെ ആയി. ഹെൻറി കൈയെടുത്തു. സാമി നോക്കുമ്പോൾ ഇവൾ ആ ഷോ നടക്കുന്ന ഹാളിലാണ്. അവിടെ ധാരാളം ജനങ്ങളുണ്ട്. ഇവരാരും ഒരു ശബ്ദം പോലും ഉണ്ടാക്കുന്നില്ല. ചിലർക്കൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. ഒന്നുറക്കെ കരഞ്ഞാൽ കൊള്ളാന്നുണ്ട് ചിലർക്കൊക്കെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സാമി അവിടെ റൂബിനെ കണ്ടു. റൂബിനെ മാത്രമല്ല അവളുടെ പ്രിയപ്പെട്ട പൂച്ചയെയും. ഇതിനെ കണ്ടേക്ക് സാമി നല്ലോണം ഹാപ്പി ആവുന്നുണ്ട്. പെട്ടെന്നാണ് ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ആർമിക്കാരായിരുന്നു അത്. അവരൊരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടാണ് പോകുന്നത്. എല്ലാവരും ഒളിച്ചിരിക്കണം. ചെറിയ സൗണ്ട് പോലും ആപത്താണ്. സ്റ്റേ സേഫ്. ഫർദർ ഇൻസ്ട്രക്ഷൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഇതൊക്കെയായിരുന്നു അനൗൺസ്മെന്റ്. ഈ സമയത്താണ് ക്രീച്ചർ ഇവരുടെ ഹാളിന്റെ മുകളിലോട്ട് ചാടുന്നത്. ഈ സൗണ്ട് കേട്ടപാട് പൂച്ച പേടിച്ചോടുകയാണ്. അതിന്റെ പിന്നാലെ പോകുന്നുണ്ട് സാമി. സാമിയുടെ പിന്നാലെ റൂബിനും. പെട്ടെന്നാണ് അവളുടെ കാലിൽ നിന്നും ഒരു സൗണ്ട്. പിന്നെ എന്താ നടക്കുകയെന്ന് അറിയാലോ. ആ ക്രീച്ചർ ഇവരുടെ ഡോറിന് മുന്നിലെത്തി. ആ ക്രീച്ചറിന്റെ സൗണ്ട് കേട്ടപാട് ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട്, ആ പൂച്ച ഉൾപ്പെടെ. കാരണം ആ പൂച്ചക്ക് മനസ്സിലായി സൗണ്ട് ഒരു പ്രശ്നമാണ് എന്നുള്ളത്. അങ്ങനെ പൂച്ച വേഗം തിരിച്ചോടുകയാണ്. പെട്ടെന്നാണ് ചെറിയൊരു മണിയുടെ മുകളിൽ തട്ടി സൗണ്ട് ഉണ്ടാവുന്നത്. പിന്നെ സാമി ഒന്നും നോക്കിയില്ല. പൂച്ചയെ ഓടിപ്പോയിട്ട് അങ്ങ് രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയം ക്രീച്ചർ ഡോറ് പൊളിച്ചങ്ങ് അകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് റൂബിൻ്റെ അടുത്തോട്ട് പോകുന്നു. റൂബിനാണെങ്കിലോ ശ്വാസം പോലും എടുക്കാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് അവരുടെ തലയുണ്ടല്ലോ അതിങ്ങനെ തുറക്കുന്നുണ്ട്. ആ രൂപം വല്ലാത്തൊരു രൂപമായിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഹെലികോപ്റ്ററിന്റെ ഒരു സൗണ്ട്. ഇത് കേട്ടപാടാ ക്രീച്ചർ ആ സൗണ്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സാമി, റൂബിൻ, പൂച്ച രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് അവരൊരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ ആ ഒരു ക്രീച്ചർ മാത്രമല്ലുള്ളത്, ഒരു കൂട്ടം ക്രീച്ചേഴ്സാണ് ആ ഒരു ഹെലികോപ്റ്ററിന്റെ പിന്നാലെ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സാമി മുഖക്കൊന്ന് വൃത്തിയാക്കുന്നു. പെട്ടെന്നാണ് വലിയൊരു പൊട്ടിത്തെറി. ഹെൻറി, സാമി, റോബിൻ ഇവർ വേഗം റൂഫ് ടോപ്പിലോട്ട് ഓടുന്നു. അവർ നോക്കുമ്പോൾ അവിടെയുള്ള പാലങ്ങളെല്ലാം ആർമിക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇവർക്ക് ഈ സിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ പാലം വേണം. സോ ചുരുക്കി പറഞ്ഞാൽ ആ ക്രീച്ചേഴ്സിന് നടുവിൽ പെട്ടുകിടക്കുകയാണ് ഇവര്. അങ്ങനെ പാലം പൊട്ടിത്തെറിച്ചത് കണ്ടിട്ട് ഒരുത്തൻ്റെ കൺട്രോള് പോകുന്നുണ്ട്. അവൻ ഭ്രാന്ത് പിടിച്ച് അലറാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഹെൻറി പോയിട്ട് അവൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നു. ക്രീച്ചേഴ്സ് ആണേലോ ആ ഒരു മൈന്യൂട്ട് സൗണ്ട് കേട്ടിട്ട് റോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. ചാവേണമെങ്കിൽ ചാവട്ടെ എന്നും പറഞ്ഞ് ഒച്ചയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൻറി ഇവൻ മിണ്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അബദ്ധവശാൽ അയാളുടെ തലയിടിക്കുന്നു. അയാൾ കൊല്ലപ്പെടുന്നു. ഹെൻറി ആകെ കയ്യിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട്. അറിയാതെയാണെങ്കിലും അയാളുടെ മരണത്തിന് കാരണം ഹെൻറിയാണ്. പക്ഷെ ഇതൊന്നുമല്ല അവനെ ഞെട്ടിച്ച കാര്യം. ഈ ദൃശ്യം ഹെൻറിയുടെ മകൻ കണ്ടു. തൻ്റെ മകൻ്റെ മുന്നിൽ ഇനിയുള്ള കാലം ഒരു കൊലയാളിയായിട്ട് ജീവിക്കേണ്ടി വരും. ഓരോ അവസ്ഥകളെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സാമി ഒരു നോട്ട് എടുക്കുന്നു. എന്നിട്ട് ഒരു കാര്യം എഴുതുന്നു. ശേഷം അത് റൂബിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇതിൻ്റെ ഇടയിലും പിസ്സ കഴിക്കാൻ പോകണമെന്ന് പോലും. ഇതൊക്കെ കണ്ടിട്ട് റൂബിനാണെങ്കിലോ ആദ്യത്തെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് തമാശയായിരുന്നില്ല, അത് നല്ല കട്ട സീരിയസ് ആയിരുന്നു. റൂബിൻ വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പിസക്ക് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഈ സമയത്താണ് അവിടുത്തെ കറണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ജനറേറ്റർ ഓൺ ആവുന്നുണ്ട്. ഈ ജനറേറ്ററിനാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടാണ്. അവർ വേഗം പോകുന്നു. ഒരു വിധത്തിൽ അത് ഓഫ് ചെയ്യുന്നു. പക്ഷെ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ക്രീച്ചർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ജനറേറ്റർ ഓഫാക്കിയ സന്തോഷത്തിൽ റൂബിൻ എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ജനറേറ്ററിന്റെ മുകളിൽ അവന്റെ ഷർട്ട് അങ്ങ് കുടുങ്ങി കീറിപ്പോകുന്നത്. ആ കീറുന്ന സൗണ്ട് മതി റൂബിനെ തീർക്കാൻ. അങ്ങനെ റൂബിൻ കൊല്ലപ്പെട്ടു. ഇതൊക്കെ കണ്ടിട്ട് സാമിക്കാണേലും ഒന്ന് അലറാൻ കൂടി പറ്റുന്നില്ല. അവളിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. പൂച്ചയും കൊണ്ട് അവൾ പുറത്തിറങ്ങി. അതും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി, പിസ്സ. ഇവള് പുറത്ത് കടന്നപ്പോഴാണ് ആ നാടിൻ്റെ അവസ്ഥ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. മൊത്തം നശിച്ച് കിടക്കുകയാണ് അവിടെ. കുറേ ഡെഡ് ബോഡീസും ചോരയും മാത്രം. അങ്ങനെ സാമി സൗണ്ട് ഉണ്ടാക്കാതെ ആദ്യം പോകുന്നത് ഒരു കടയിലോട്ടാണ്.
എന്നിട്ട് വെള്ളം ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷന്റെ മുന്നിൽ നിന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു അണ്ണാൻ സൗണ്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ക്രീച്ചർ അവിടേക്ക് വരുന്നില്ല. കാരണം ഈ അണ്ണാന്റെ അടുത്ത് വെള്ളമുണ്ട്. ഈ വെള്ളത്തിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ കുഞ്ഞണ്ണാന്റെ സൗണ്ട് ക്രീച്ചേഴ്സിന് കേൾക്കില്ല. അവർ വന്ന പ്ലാനറ്റിലും വെള്ളം ഉണ്ടായിരിക്കണം. ആ സൗണ്ട് എന്താണെന്നുള്ളതും അവർക്ക് അറിയുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ വരുന്ന ക്രീച്ചേഴ്സ് വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടാൽ വരുന്നില്ല. അതിനർത്ഥം ഇത് തന്നെയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ മഴ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിട്ട് മനുഷ്യർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ആ ഒരു സൗണ്ട് ഒരിക്കലും ഈ ക്രീച്ചേഴ്സിൻ്റെ ചെവിയിൽ എത്തില്ല. എന്നാൽ ഇതൊരു ചെറിയൊരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ അണ്ണാൻക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്. നേരെ മറിച്ച് ഇതിൽ മനുഷ്യർക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ചെറിയ വാട്ടർ സോഴ്സ് ആണ്. മറിച്ച് വലിയ വാട്ടർ സോഴ്സ് ആണെങ്കിൽ അത് ഓക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമി ഒരു കാഴ്ച കാണുന്നത്. ആ വാട്ടർ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ 2 ചെറിയ കുട്ടികൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സാമി പോകുന്നു, അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നു. ഈ സമയത്താണ് അവിടേക്ക് കുറെ ഹെലികോപ്റ്റേഴ്സ് വരുന്നത്. അതും മറ്റൊരു അനൗൺസ്മെന്റുമായി. ഇവാക്വേഷൻ നടത്താൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങളെല്ലാവരും പോർട്ടിലേക്ക് എത്തണം. വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. ഈ ജീവികൾക്ക് നീന്താൻ കഴിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഹെലികോപ്റ്റേഴ്സ് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഈ ശബ്ദം കേട്ട് ക്രീച്ചേഴ്സ് ഒക്കെ കൂടെ വരുന്നുണ്ട്. ഒരു ലോഡ് ക്രീച്ചേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ജനങ്ങളെല്ലാവരും ചേർന്ന് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ട സാമി ആ കുട്ടികൾ അവരുടെ കൂടെ വിടുന്നു. എന്നിട്ട് ഇവളാണെങ്കിലോ മറ്റൊരു വഴിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവൾക്ക് മെയിൻ രക്ഷപ്പെടലൊന്നല്ല, പിസ. ഈ പിസക്ക് വേണ്ടിയിട്ടാണ് ഇവള് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ആൾക്കാരുണ്ട് അവിടെ. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ശബ്ദം എന്തായാലും ഉണ്ടാവും. പിന്നെ പറയണ്ടല്ലോ, ക്രീച്ചേഴ്സ് എത്തി. ജനങ്ങളെല്ലാവരും പേടിച്ചോടുന്നു. മിക്ക ആളുകളും ഓടിയിട്ടിട്ടൊക്കെയാണ് ഓടുന്നത്. അവരെയെല്ലാം ഈ ജീവികൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് സാമി നിലത്ത് വീഴുന്നതും പൂച്ച ഓടിപ്പോകുന്നതും. എന്നാൽ അവൾക്ക് പിന്നാലെ പോകാൻ പറ്റുന്നില്ല. കാരണം അത്രയും തിരക്കാണ്. പക്ഷെ ഒരു വിധത്തിൽ അവൾ ഒരു കാറിനടിയിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് തൽക്കാലം. ഈ സമയത്താണ് ഏതോ ഒരുത്തൻ അവളെ തള്ളിയിട്ട് ഈ കാറിനടിയിലോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെയും ആ ക്രീച്ചർ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഓൾറെഡി കുറെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവളെ തള്ളി മാറ്റാൻ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. എന്നാൽ അതിന്റെ ആഘാതത്തിൽ സാമിയുടെ കാലി കാറിനടിയിലായിട്ട് കുടുങ്ങി പോകുന്നുണ്ട്. കാരണം ഈ ക്രീച്ചർ ഇയാളെ പിടിക്കാൻ വേണ്ടി കാറിന് മുകളിൽ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറൊന്ന് താഴ്ന്നു പോയി അത് ഇവളുടെ കാലിന്റെ മുകളിലാണ് വന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാല് വലിച്ചൂരാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു വിധത്തിൽ വലിച്ച് ഇവൾ കാല് പുറത്തെടുക്കുന്നു, രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പൂച്ചയാണെങ്കിലോ നടന്ന് ഒരു തകർന്നു കിടക്കുന്ന സബ്വേക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എറിക്കെന്നൊരുത്തൻ വെള്ളത്തിൽ നിന്ന് അങ്ങ് പൊന്തി വരുന്നത്. അവൻ ആ സബ്വേയിൽ കുടുങ്ങിപ്പോയതാണ്. പാനിക്കായി എറിക്ക് നോക്കുമ്പോൾ പൂച്ച ഇവനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂച്ച ഒരു വിധത്തിൽ സാമിയെ കണ്ടുപിടിച്ചു. പക്ഷെ പൂച്ച വരുമ്പോൾ ഒരു പാക്കേജുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സാധനത്തിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ആ സാധനം വേറെ ആരുമല്ല, നമ്മളുടെ എറിക്കാണ്. അങ്ങനെ എറിക്കിനെ കണ്ടതും ഇവൾ അവനെ പറഞ്ഞേക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇവളെ രക്ഷപ്പെടാനല്ല, പിസ കഴിക്കാനാണ് പോകുന്നത്. അങ്ങനെ എറിക്കിനെ പറഞ്ഞു വിട്ട് സാമി യാത്ര തിരിച്ചു. എന്നാൽ എറിക്ക് ഇവളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴിയാബാധ പോലെ. താൻ എന്തിനാടോ എൻ്റെ പിന്നാലെ വരുന്നതെന്നൊക്കെ ആംഗ്യഭാഷയിൽ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ യാതൊരു കാര്യമില്ല. അങ്ങേര് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നല്ല ശക്തിയായ മഴ. ആ മഴയിൽ ഏതോ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അവൾ വാ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും സൗണ്ട് പുറത്തോട്ട് വരുന്നു. എന്നാൽ ആ ഭാഗത്തോട്ട് ക്രീച്ചേഴ്സ് വരുന്നില്ല. കാരണം എന്താണെന്നറിയാലോ, മഴയുടെ സൗണ്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ സേഫ് ആണെന്ന്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ സാമി പതുക്കെ പറയാണ്, എടോ താൻ എന്നെ ഫോളോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇവാക്വേഷൻ നടക്കുന്നത് പോർട്ടിനടുത്താണ്. താൻ അവിടേക്ക് പോ, എന്നെ ഒന്ന് വെറുതെ വിടടേ. ഇതൊക്കെ കേട്ടിട്ട് എറിക്കിനാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. കാരണം അവൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ സാമി പറയാണ്, തൽക്കാലം നമുക്ക് ഈ മഴയിൽ നിന്നൊന്ന് മാറി നിൽക്കാം. ഇതും പറഞ്ഞ് എറിക്കിനെ കൊണ്ടുപോകുന്നത് അവളുടെ സെന്ററിലോട്ടാണ്. എന്നാൽ റൂം തുറക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ആകെ ഒരൊറ്റ വഴി മാത്രം, വാതിൽ ചവിട്ടി പൊളിക്കണം. എന്നാൽ ഇവർക്കൊരു പേടി. സംഭവം മഴയുണ്ട്. ഇനി അഥവാ ക്രീച്ചേഴ്സ് ഇത് കേട്ടാലോ? പതുക്കെ സംസാരിക്കുന്നത് പോലെയല്ലല്ലോ വാതിൽ ചവിട്ടി പൊളിക്കല്. സോ ഇടി വെട്ടുന്ന ഒരു സെക്കൻഡ് നോക്കി ഇവരങ്ങ് വാതിൽ ചവിട്ടി പൊളിക്കുന്നു. ഇടിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ സംഭവം സേഫാണ്. അങ്ങനെ അകത്ത് കയറി സാമിയാണെങ്കിൽ അവളുടെ ഒട്ടിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ ഓരോ മസിൽസിനും വല്ലാത്ത പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് എറിക്കിന് അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നത്. അത് കണ്ടപാട് അവനക്ക് ഒരു കാര്യം പിടികിട്ടി, ഈ സാം നല്ല ഒന്നാന്തരം പോയറ്റാണ്. അങ്ങനെ എറിക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ പോകുന്നത്? പിസ കഴിക്കാൻ. ഈ ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ല ബോധമുണ്ടോ? അതോ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിസ കഴിക്കാൻ പോകുന്നത്. ഓക്കേ, എന്നാൽ ഞാനും വരുന്നുണ്ട്. ഇത് കേട്ടപാട് സാമി അവൻക്കൊരു ബുക്ക് കൊടുക്കുന്നു. അത് വായിച്ചപ്പോൾ അവൻക്ക് ഒരു കാര്യം മനസ്സിലായി,
സാമി ഈ ക്യാൻസർ കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളൂ ഇനി അവൾക്ക് ബാക്കി. അതുകൊണ്ട് അവസാനമായിട്ടൊരു നല്ല പിസ്സ കഴിക്കണം. ഇതാണ് അവളുടെ ആഗ്രഹം. ഇത് മാത്രമാണ് അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതറിഞ്ഞ് എറിക്ക് വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം മരിക്കാൻ പോകാമെന്നറിയാം, ദിവസങ്ങളുള്ള ഇനി ബാക്കി. അതിനകത്തുള്ള ഒരു ചെറിയ ആഗ്രഹം പിസ്സ, അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ ലോകം അവസാനിച്ചിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവിടെ ഇടിവെട്ടുന്നത്. അതിൻ്റെ സൗണ്ടിൽ രണ്ടുപേരും അലറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അലർച്ച അവർക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു റിലീഫ് കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി സാം എറിക്കറിയാതെ യാത്ര തിരിച്ചു. അങ്ങനെ ഇവൾ നടന്നെത്തുന്നത് ഒരു ലൈബ്രറിക്ക് മുന്നിലാണ്. അവിടെയുള്ള ബുക്സൊക്കെ കണ്ടിട്ട് അവൾ നല്ലോണം ഹാപ്പി ആവുന്നുണ്ട്. അവളൊരു കവിയാണല്ലോ, അതുകൊണ്ട് തന്നെ ബുക്കൊക്കെ കാണുമ്പോൾ അത്രയും ഹാപ്പിയാണ്. ഈ സമയത്താണ് അവിടേക്ക് എറിക്ക് വരുന്നത്. അവൻക്കാണെങ്കിൽ ഇവളെ വിടാൻ യാതൊരു പ്ലാനുമില്ല. മാഗ്നറ്റ് പോലെ ഒട്ടിപ്പിടിച്ച് വരികയാണ് ആള്. അങ്ങനെ സാമി ഉറപ്പിച്ചു, ഇവനെ കൂടെ കൂട്ടല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും പുള്ളിക്ക് ഇവളെ വിട്ടുപോകാൻ യാതൊരു പ്ലാനുമില്ല. സോ കൂടെ കൂട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമിയുടെ ആരോഗ്യം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നത്. അവൾ വീഴാൻ പോവുകയാണ്. പക്ഷെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ നിലത്തോട്ടൊരു ബുക്ക് വീഴുന്നു. അതും വലിയ സൗണ്ടിൽ. അവരോടി. അല്ലാതെ ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമില്ല. ഈ ക്രീച്ചേഴ്സ് ഒക്കെ കൂടെ ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. അവരോടി ഓടി ഒരു ബിൽഡിങ്ങിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഡോർ ഒരു സ്യൂട്ട് കേസിന് മുകളിൽ ജാം ആയിട്ടിരിക്കുകയാണ്. എറിക്ക് എങ്ങനെയൊക്കെയോ തള്ളി തുറക്കുന്നു. എന്നാൽ അത് കൂടുതൽ സൗണ്ടിന് കാരണമാകുന്നു. ക്രീച്ചേഴ്സ് ഒന്നിനു പിറകെ ഒന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഓടി ബിൽഡിങ്ങിന്റെ പുറകുവശം വഴി പുറത്തു കിടക്കുന്നു. ശേഷം എറിക്ക് ഈ ജീവികളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിയുടെ മുകളിലോട്ട് കല്ലെറിയുന്നു. ആ വണ്ടിയാണെങ്കിൽ അലാറം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രീച്ചേഴ്സ് ഒക്കെ കൂടെ ഈ കാറിനടുത്തോട്ട് പോവാണ്. ഇതൊരു താപ്പാക്കി മാറ്റി ഇവരവിടുന്ന് രക്ഷപ്പെടുന്നു. ഇവർ ഓടി ഓടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി പറ്റുന്നുണ്ട്. എന്നാൽ അവർക്ക് മുന്നിലതാ ഒരു ക്രീച്ചർ. എറിക്ക് പതുക്കെ ടോർച്ചൊന്ന് സൈഡിലോട്ട് അടിക്കുന്നു. സൈഡിലൊരു വഴി കാണാനുണ്ട്. ഇവർ വേഗം സൗണ്ടൊന്നും ഇല്ലാതെ ആ വഴി പോകുന്നു. അവിടെയാണെങ്കിൽ ആകെ വെള്ളമാണ്. അവർ പതുക്കെ അതിലോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ സമയത്താണ് മുകളിൽ വലിയൊരു ദ്വാരം. അതിനകത്താണെങ്കിൽ ഒരു ക്രീച്ചർ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് മതി, ഒരു മൈന്യൂട്ട് സൗണ്ട് മതി, ഇവർ പിന്നെ തീരും. ഈ ക്രീച്ചറിനെ കണ്ടേക്ക് എറിക്കാണെങ്കിലോ ഭയന്ന് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻക്ക് ഓൾറെഡി നല്ല പേടിയാണ്. ആള് പെട്ടെന്ന് പാനിക്കാവും. ആൾക്ക് പേടിച്ച് ശ്വാസം കിട്ടാതായി തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു സൗണ്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവൻ ഇപ്പോൾ തന്നെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിന് ഒഴുക്കുള്ളതുകൊണ്ട് മാത്രം ആ ക്രീച്ചറിന് അധികം കേൾക്കാനില്ല. എന്നാലും അതിന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് പുറത്തോട്ട് വരുന്നുണ്ട്. സാമിയാണെങ്കിൽ എറിക്കിൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വലിയൊരു സൗണ്ട് തന്നെ പുറത്തോട്ട് വരുന്നു. ആ ക്രീച്ചർ ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേഗം നീന്താൻ ആരംഭിക്കുന്നു. ആഴം കൂടി വരുന്നുണ്ട് ആ വെള്ളത്തിന്. ക്രീച്ചറിന് നിൽക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല അവർക്ക് നീന്താൻ അറിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ക്രീച്ചർ വെള്ളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു ചാവുന്നു. ഇവരാണെങ്കിലോ ഒരു വിധത്തിൽ അപ്പുറത്തെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാണ്. അങ്ങനെ ചർച്ചിൽ കയറി പറ്റിയിട്ടുണ്ട് ഇവർ. ഇവിടെ സാമിയുടെ കണ്ടീഷൻ ആണെങ്കിലോ ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആ ഒരു മരുന്ന് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോകും. അങ്ങനെ എറിക്കൊരു തീരുമാനം എടുക്കുകയാണ്. തൻ്റെ പേടിയൊക്കെ മാറ്റിവെച്ച് ഫ്രണ്ടിന് വേണ്ടി മരുന്ന് തപ്പാൻ പോവുകയാണ് അവൻ. അങ്ങനെ ഒരു വിധത്തിൽ അവൻ മരുന്ന് കണ്ടെത്തി. ഇതേ സമയം അവിടേക്ക് പൂച്ച വരുന്നുണ്ടായിരുന്നു. ആ പൂച്ചയ്ക്ക് എറിക്കിനാണെങ്കിലോ നല്ല വെണ്ണം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം സാമിക്ക് വേണ്ടി റിസ്ക് എടുത്തിരിക്കുകയാണ് എറിക്ക്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മരുന്നൊക്കെ ആയിട്ട് തിരിച്ചു നടന്നു. രാത്രിയായിട്ടുണ്ട്. ഈ സമയത്താണ് പൂച്ച ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ഓടിപ്പോകുന്നത്. എറിക്കാണെങ്കിൽ പിന്നാലെ പോകുന്നു. അവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ മഷ്റൂംസ് പോലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കാണാനുണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു തരം റെഡ് ലിക്വിഡും കാണാനുണ്ട്. പെട്ടെന്നാണ് ഒരു വലിയ ക്രീച്ചർ അവിടേക്ക് വരുന്നത്. എറിക്കും പൂച്ചയും വേഗം ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ക്രീച്ചർ വന്നിട്ട് ഒരു ഓർഗാനിക് എഗ്ഗ് കൊണ്ട് ബാക്കിയുള്ള ക്രീച്ചേഴ്സിനെല്ലാം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറിക്ക് വേഗം തന്നെ മുകളിലോട്ട് കയറുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു സൗണ്ട് ഉണ്ടാവുന്നത്. ഈ ക്രീച്ചർ അങ്ങ് എണീറ്റ് വരുന്നുണ്ട്. എറിക്ക് ശ്വാസം പോലും വിടാതെ പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെടുന്നത്. അങ്ങനെ അവർ ചർച്ചിൽ തിരിച്ചെത്തി. സാമിക്ക് മരുന്നൊക്കെ കൊടുത്ത് ഏകദേശം ഓക്കെയാക്കുന്നു. ഈ സമയത്ത് സാമിയുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുകയാണ് എറിക്ക്. എൻ്റെ അച്ഛൻ നല്ലോണം പിയാനോ വായിക്കുന്ന ഒരാളായിരുന്നു. ഇടയ്ക്കോരോ പരിപാടികൾക്കൊക്കെ എന്നെ കൊണ്ടുപോകും. പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ പിസ്സ കഴിക്കും. അതേപോലെ എനിക്കൊന്ന് കഴിക്കണം. പക്ഷെ എൻ്റെ അച്ഛൻ ഇപ്പം എൻ്റെ കൂടെയില്ല. എന്നെപ്പോലെ തന്നെ ക്യാൻസർ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇത് കേട്ടേക്ക് എറിക്ക് അവൾക്കൊരു പ്രോമിസ് അങ്ങ് കൊടുക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പിസ്സ കഴിച്ചിരിക്കും. ഇത് കേട്ട സാമി വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ചർച്ചിലിരുന്നിട്ട് ഇവരെങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.
സംഭവം വേറെ ഒന്നല്ല, ഇവർ നേരത്തെ നീന്തിക്കേറിയ വെള്ളം ഉണ്ടല്ലോ, ഇത് ഈ ചർച്ചിന്റെ അടിയിലൂടെയാണ് ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ് വെള്ളത്തിന്റെ. അങ്ങനെ പിറ്റേ ദിവസമായി ഇവർ പുറപ്പെട്ടു. നടന്ന് സാമി പറഞ്ഞ പിസ്സ കടയിൽ എത്തിയിട്ടുണ്ട്. പാറ്റ്സി പിസ്സ എന്നാണ് ആ കടയുടെ പേര്. ഇവിടുന്ന് തന്നെ വേണം ഇവൾക്ക് പിസ്സ. പക്ഷെ ആ കട കത്തി നശിച്ചിരിക്കുകയാണ്. അവൾ നിലത്തിരുന്ന് കരയാണ്. അങ്ങനെ എറിക്ക് പോകുന്നു, അവളെ സമാധാനിപ്പിക്കുന്നു. അത് മാത്രമല്ല, അവൻ ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ എവിടെ ഇരുന്നിട്ടാ പിയാനോ വായിക്കാറ്? അതവൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട എറിക്ക് സാമിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളെ അവിടെ ഇരുത്തി അവൻ മറ്റൊരു പിസക്കടയിലോട്ട് പോകുന്നു. പിസ്സ ഒപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പാറ്റ്സി പിസ്സ എന്ന് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ സാമി ആ പിസ്സ കഴിച്ചു. അവൾ ആഗ്രഹിച്ച പിസ്സ കിട്ടിയില്ലെങ്കിലും തൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കുന്ന നല്ലൊരു ഫ്രണ്ടിനെ തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എറിക്കാണെങ്കിൽ മാജിക്കൊക്കെ കാണിച്ചിട്ട് അവളെ വീണ്ടും വീണ്ടും സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവർ റൂഫ് ടോപ്പിലോട്ടൊന്ന് പോയി നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു ബോട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിലായതുകൊണ്ട് തന്നെ സേഫാണ്, ക്രീച്ചേഴ്സൊന്നും അവിടേക്ക് വരില്ല. ഇത് കണ്ട സാമി ഉറപ്പിച്ചു, എറിക്കിനെ ഇനിയും പിടിച്ചു നിർത്തിയാൽ അവൻ്റെ ജീവിതം പോവും. അവനെ എങ്ങനെയെങ്കിലും ആ ബോട്ടിലേക്ക് എത്തിക്കണം. അങ്ങനെ ഇതിനായി അവരിറങ്ങി തിരിച്ചു. സാമിയുടെ കോട്ട് എറിക്കിന് അങ്ങ് ഊരി കൊടുക്കുകയാണ്. ഈ ബോട്ട് പോകുന്നത് കണ്ടിട്ട് ക്രീച്ചേഴ്സ് ആണെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. എറിക്കും സാമിയും പതുക്കെ പുറത്തിറങ്ങി. എന്നിട്ട് അവർ ഒളിച്ചിരിക്കുന്നുണ്ട്. എറിക്കാണേൽ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ സാമി അവനെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവളുടെ പൂച്ചയെ കൈമാറുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, അവൾ വരുന്നില്ല ഇവരുടെ കൂടെ. അവൾക്കിനി ജീവിതം ഇല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഉള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് അവൾക്ക് താല്പര്യം. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ കാറിൻ്റെ മുകളിലും അടിച്ച് അലാറം അടിപ്പിക്കുന്നവൾ. ഇത് കേട്ട ക്രീച്ചേഴ്സ് ഒക്കെ കൂടെ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. സാമിക്കാണേൽ തീരെ വയ്യ. അവളെ കൊണ്ട് പറ്റാവുന്നത്ര കാറിൻ്റെ മുകളിലൊക്കെ അവൾ പോയി അടിക്കുന്നുണ്ട്. എറിക്ക് ഈ തക്കം നോക്കി പൂച്ചയും കൊണ്ട് ഓടുന്നു. കഷ്ടകാലത്തിന് ഒരു സൗണ്ട് അങ്ങോട്ട് ഉണ്ടാവുകയാണ്. ക്രീച്ചേഴ്സ് എല്ലാം കൂടെ എറിക്കിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ലോഡ് ക്രീച്ചേഴ്സ്. ഇതിനാണെങ്കിലോ ഒടുക്കത്തെ സ്പീഡും. കാറിൻ്റെ അലാറം സൗണ്ട് കേട്ടിട്ട് ബോട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ ബോട്ട് നിർത്തിക്കുന്നുണ്ട്. കാരണം അവിടെ ആൾക്കാരുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ഈ ബോട്ടിൽ തന്നെ നമ്മളുടെ ഹെൻറി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മളുടെ ഫസ്റ്റ് സീനിൽ കണ്ട ഹെൻറി, അവനും ഉണ്ടിട്ടാ. അങ്ങനെ എറിക്ക് ഓടി അറ്റത്തെത്തിയിട്ടുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല, അങ്ങ് വെള്ളത്തിലോട്ട് ചാടുന്നു. തലനാരിഴക്കാണ് അവൻ രക്ഷപ്പെടുന്നത്. അങ്ങനെ ബോട്ടിലോട്ട് നീന്തി കയറി. ഇത് കണ്ട സാമി വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമിയുടെ കോട്ടിൽ നിന്നും എറിക്കിനൊരു മെസ്സേജ് കിട്ടുന്നത്. എൻ്റെ പൂച്ചയെ നീ നന്നായി നോക്കണം, ഇതുവരെ ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സാമിനെയാണ്. അവൾക്ക് സ്വയം തോന്നി തുടങ്ങി ഇനി വിട പറയാമെന്നുള്ളത്. സോ അവൾ ഒരു റേഡിയോ എടുക്കുന്നു, ഉറക്കെ അങ്ങ് പാട്ട് വെക്കുന്നു. പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം വേറെ ഒന്നല്ല, തീരെ വയ്യ, അതുകൊണ്ടാണ്. കഥ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ റെക്കോർഡിങ്ങും അവതരണമൊക്കെ ഇന്ന് നല്ല മോശമാണ്, തീരെ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.